ഫഹദ് ഫാസിൽ നായകനായി പ്രദർശനത്തിനെത്തിയ ചിത്രമാണ് ആവേശം. ആഗോളതലത്തിൽ ഫഹദിന്റെ ആവേശം 150 കോടി ക്ലബിലെത്തിയെന്നാണ് ബോക്സ് ഓഫീസ് റിപ്പോർട്ടുകൾ. മലയാളത്തിൽ നിന്ന് 4ാമത്തെ മാത്രം ചിത്രമാണ് ആഗോള ബോക്സ് ഓഫീസിൽ 150 കോടി ക്ലബിൽ എത്തുന്നത്. ആടുജീവിതം, 2018 എന്നീ സിനിമകൾക്ക് പുറമെ മഞ്ഞുമൽ ബോയ്സ് മാത്രമാണ് ആഗോള കളക്ഷനിൽ ആവേശത്തിന് മുന്നിലുള്ളത്. ഒരു സോളോ നായകൻ 150 കോടി ക്ലബിൽ മലയാളത്തിൽ നിന്ന് എത്തിയത് ആദ്യം പൃഥ്വിരാജിന്റെ ആടുജീവിതത്തിലൂടെയായിരുന്നു. രണ്ടാമത് ആ നേട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ് ഫഹദ് ഫാസിൽ. എന്നാൽ ഫഹദ് ഫാസിലിന്റെ ആവേശത്തിന്റെ തിയേറ്റർ കളക്ഷൻ കുതിപ്പിന് വേഗത കുറഞ്ഞേക്കാവുന്ന അപ്ഡേറ്റും ചിത്രത്തിൻ്റെതായി പുറത്തായിട്ടുണ്ട്. ഏപ്രിൽ മാസം 11-ന് തിയേറ്റർ റിലീസ് ചെയ്ത സിനിമയാണ് ആവേശം എന്ന് പറഞ്ഞ സിനിമ. ഇന്നത്തോടെ 28 ദിവസം കഴിഞ്ഞിരിക്കുകയാണ് ഈ ഒരു സിനിമയുടെ റിലീസ് ചെയ്തിട്ട്. അപ്പോൾ ഈ സിനിമ OTT റിലീസ് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. തിയേറ്റർ റിലീസ് ചെയ്ത് 28 ദിവസത്തിന് ശേഷം നാളെ മെയ് മാസം 9-ാം തീയതി സിനിമ ആമസോൺ പ്രൈം വഴി OTT റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുകയാണ്. അപ്പോൾ ഏകദേശം ഫൈനൽ കളക്ഷനിലേക്ക് എത്തിപ്പെട്ടിരിക്കുകയാണ് ഇപ്പോൾ. എന്താ വെച്ചാൽ നാളെ തിയേറ്റർ OTT റിലീസ് ചെയ്യുകയാണെങ്കിൽ പല തിയേറ്ററിൽ നിന്നും ഈ സിനിമ പിൻവലിക്കുന്നതാണ്. അപ്പം ടോട്ടൽ ഫൈനൽ കളക്ഷൻ നോക്കിക്കഴിഞ്ഞാൽ 28 ദിവസം കൊണ്ട് ഈ ഒരു സിനിമ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രമായിട്ട് 74 കോടി രൂപ കളക്ഷൻ നേടിയിട്ടുണ്ടെന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. വേൾഡ് വൈഡ് 153 കോടി ഈ സിനിമ നേടിയിട്ടുണ്ട് ടോട്ടലായിട്ട്. ഒരു 10 ദിവസം കൂടി തിയേറ്ററിൽ കളിപ്പിച്ചിരുന്നെങ്കിൽ വേൾഡ് വൈഡ് ഒരു 200 കോടിക്ക് മുകളിൽ കളക്ഷൻ നേടാവുന്ന ഒരു സിനിമയായിരുന്നു ഈ ഒരു സിനിമ. ഇത്രയും പെട്ടെന്ന് തന്നെ OTT റിലീസ് ചെയ്തതിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് എന്നുള്ള കാര്യം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കുക. ഓക്കെ.